നമ്മുടെ ആരാധന ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. കഴിഞ്ഞ ഒരാഴ്ചയിൽ ദൈവം അത്ഭുതകരമായി നമ്മെ പരിപാലിച്ചു, കാത്തു സൂക്ഷിച്ചു. ദൈവത്തിന്റെ കൃപയിൽ ദൈവം നമ്മെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് let us praise him for everything that he has done in our life. Our God is a mighty God. He is a great God. Amen. And he holds our hands. He leads us into the ways that the Lord wants us to go. And thank God for all the provisions. നമുക്ക് ആവശ്യമുള്ള എല്ലാം തന്നു നമ്മെ രോഗത്തിൽ നിന്ന് വിടുവിച്ച്, പ്രയാസങ്ങളിൽ നിന്ന് വിടുവിച്ച് കർത്താവിന്റെ കൃപയിൽ അവൻ പരിപാലിച്ചു. ഇന്ന് നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അവർ നമ്മെ രക്ഷിച്ച വിധങ്ങളെ ഓർത്ത്, നമ്മെ നിത്യജീവന്റെ അവകാശികളാക്കി തീർത്തതിനെ ഓർത്ത്, നശിച്ചു പോകുന്ന ലോകത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മെ വിളിച്ച് വേർതിരിച്ച് ദൈവകൃപയിൽ ആക്കിയത് കൊണ്ട് ഇന്ന് നമുക്ക് ധൈര്യത്തോടെ സ്വർഗീയ സിംഹാസനത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാനുള്ള ധൈര്യവും പ്രവേശനവും ദൈവം നൽകിയിട്ടുണ്ടല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാവിലെ സമയം നിന്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വരുന്നു. കർത്താവിനോട് ഞങ്ങൾ അടുത്തു വരുമ്പോൾ അവിടുന്ന് ഞങ്ങളോടും അടുത്തു വരും എന്നുള്ള വാഗ്ദത്തം ഞങ്ങൾ ഓർക്കുന്നു. 2-3 പേർ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന ഇടത്ത് ദൈവിക സാന്നിധ്യം ഉണ്ട് എന്ന് ഉള്ള വാഗ്ദത്തം എന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ ആത്മാവിൽ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള ആരാധന ഇന്ന് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ആരാധനയിലേക്ക് കടന്നു വരുവാൻ താല്പര്യത്തോടെ ഇരിക്കുന്ന ചില കുടുംബങ്ങളും ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ആ കുടുംബങ്ങൾക്ക് ഒറ്റയ്ക്ക് കടന്നു വരുവാനുള്ള അവസരങ്ങളും മനസ്സൊരുക്കവും കർത്താവ് നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ ഈ പ്രദേശത്ത് ആരംഭിച്ച ഈ പ്രവർത്തനം വളർന്ന് പന്തലിക്കുവാൻ, ഇടവളരെ വിപുലപ്പെടുവാൻ കർത്താവേ അവിടുന്ന് പ്രസാദിക്കണമേ. മനുഷ്യരാൽ അസാധ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ദൈവത്തിന്റെ സന്നദ്ധിയിൽ സാധ്യമായിരിക്കുന്നു. കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന അങ്ങയുടെ മക്കളെ അവിടുത്തെ സമൃദ്ധിയായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ, ദൈവകൃപയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾ പാടുമ്പോൾ ആത്മാവിൽ പാടുവാൻ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ തേജസ് ഇന്ന് ഈ ആരാധനയിൽ വെളിപ്പെടുവാൻ ദൈവം പ്രസാദിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധങ്ങളായ മാനസിക അവസ്ഥകളോട്, വിവിധങ്ങളായ ആവശ്യങ്ങളോട്, ശാരീരികമായ ബലഹീനതകളോട് സന്നിധിയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുന്ന ദൈവം എന്ന് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ വിവിധ ഘട്ടങ്ങളിൽ കർത്താവേ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഓരോരുത്തരും ചെയ്യുന്ന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിച്ച് എല്ലാം ഭംഗിയായി ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ. ആരാധനയിൽ പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഉത്തമമെന്ന് വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. കാലം നമുക്ക് ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, അവന് വേണ്ടി ജീവിപ്പാന് നമുക്ക് സാവകാശം ഒരുക്കേണ്ടതിനായി ദൈവത്തോട് കൂടുതലായി നമുക്ക് എടുക്കാം. യേശുവോട് ചേർന്നതിരിപ്പതെത്ര നോക്കമേ എന്നുള്ള പാട്ട് പാടി നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശു
യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശു തന്റെ കൂടെ വാഴ
യേശു
ഹല്ലേലൂയ. യേശു മാറാത്തവൻ. ഹല്ലേലൂയ. വാക്ക് മാറാത്തവനായ ഒരുവൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. മാനുഷികമായി മാത്രമേ മാറിപ്പോകും. എന്നാൽ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തൻ, ഒരിക്കലും മാറുകയില്ല. ഹല്ലേലൂയ. അന്ത്യം വരെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ, കരം പിടിച്ച് വഴി നടത്താമെന്ന് പറഞ്ഞവൻ, ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരാമെന്ന് പറഞ്ഞവൻ, രോഗങ്ങളൊക്കെ മാറ്റി തരാമെന്ന് പറഞ്ഞവൻ, നിരാശകളെ അകറ്റാമെന്ന് പറഞ്ഞവൻ, ഇന്ന് ഈ സമയം നമ്മുടെ മധ്യത്തിൽ വാക്ക് മാറാത്തവനായി നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എത്രയോ വിശ്വസ്തനായ ഒരു ദൈവം. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ ദൈവത്തിന്റെ വചനം ഒരു നാളും മാറിപ്പോകുകയില്ല. യേശു ക്രിസ്തു ഇന്നും എന്നേക്കും അനന്യൻ, ഒരിക്കലും മാറുന്നവനാണ്. വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഇടം മാത്രമേ നമുക്ക് ഈ ലോകത്തുള്ളൂ. ഇന്ന് പലകാലം നമുക്ക് സ്വർഗീയ സിംഹാസനത്തിന്റെ അടുത്തേക്ക്, യേശുവിന്റെ അടുത്തേക്ക് നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് കടന്നു ചെല്ലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഉത്സാഹിപ്പിക്കുന്നവർക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 മഹാപരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ രാജാവേ, യേശു അപ്പച്ചാമിയുടെ മുഖത്തേക്ക് വിശ്വസിന്റെ രാവിലെ സമയം ഉയർന്നു. ചുരുക്കം പേരായ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന കർത്താവ്, അടികളെ നിറപ്പാലും ശക്തനും മതിയായതുമാണ് കർത്താവ്. ആൾക്കാരുടെ പെരുപ്പത്തിലല്ല കർത്താവ്, ആത്മാവിന്റെ ഒരുക്കത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, അങ്ങയുടെ മുഖത്തേക്ക് അടികൾ നോക്കിയായി പകൽക്കാലം കർത്താവ് അടികളെ സഹായിക്കണം. കർത്താവ് അടികൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥ നല്ലവണ്ണം അറിയുന്ന ദൈവമേ, ഹല്ലേലൂയ. അടികളുടെ അവസ്ഥയെ അറിഞ്ഞ് കർത്താവ് അടികളെ സഹായിക്കാൻ എന്റെ ദൈവം ശക്തനും വിശ്വസ്തനുമായിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു പിതാവേ. കഴിഞ്ഞ ആഴ്ചക്കാലം മുഴുവൻ കർത്താവേ അടികൾ ഇടപെട്ട എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവത്തിന്റെ വലിയ കരം കൂടെയിരുന്നു. അടികളെ സൂക്ഷിച്ച് സഹായിച്ചു. അടികൾക്കുള്ളവരെ, അടികളുടെ കുടുംബത്തെ, അടികളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ അങ്ങ് പരിപാലിച്ചു. എന്റെ കർത്താവിന്റെ എല്ലാ വിശ്വസ്തതകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ ഈ പകൽക്കാലം സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് സ്തുതികൾക്ക് യോഗ്യനാ കർത്താവേ, അങ്ങ് സ്തുതികളിൽ വസിക്കുന്നവനാ കർത്താവേ. ഹല്ലേലൂയ. 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 അങ്ങേ വിശുദ്ധിയിൽ ആരാധിപ്പാൻ ഹല്ലേലൂയ പകൽക്കാലം അടികളെ സഹായിക്കുമാറാകണമേ. നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ കർത്താവേ അങ്ങ് കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവേ, നിർമ്മലരാക്കണമേ കർത്താവേ. വിശുദ്ധിയില്ലാതെ ആർക്ക് തിരുസന്നി വരുവാൻ കഴിയത്തില്ലല്ലോ കർത്താവേ. ഈ പകൽക്കാലം ഏഴെ വിശുദ്ധീകരിക്കണേ, ശുദ്ധീകരിക്കണേ കർത്താവേ. ദൈവമേ ഹല്ലേലൂയ. അടികളെ ഓരോരുത്തരെയും അങ്ങ് കഴുകുമാറാകണമേ കർത്താവേ. സ്വമേധ പാപങ്ങളെ അകറ്റിയടികളെ കാക്കേണമേ. അത് നിങ്ങളുടെ മേൽ വാഴുവാൻ അനുവദിക്കല്ലേ കർത്താവേ. എങ്കിൽ മാത്രമേ അടികൾ നിഷ്കളങ്കരും മഹാപാതകരഹിതരും ആകത്തുള്ളല്ലോ പിതാവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ അങ്ങയുടെ വലിയ ദൈവകൃപ നിങ്ങൾക്ക് വേണം കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവിൽ മാത്രം ചാരിക്കൊണ്ട് ജീവിപ്പാൻ കൃപ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു വല്ലാത്ത ലോകത്തിനടികളായിരിക്കുന്നു കർത്താവേ. അനന്യരും പരമാർത്ഥികളുമായി ജീവിപ്പാൻ, അങ്ങയുടെ ഇഷ്ടമുള്ള മക്കളായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലത്തെ ആരാധന കർത്താവെ അതിന് ഒരു പടിയും കൂടെ എന്റെ കർത്താവിനോട് അടുപ്പിക്കുന്നതായി തീരുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ശുശ്രൂഷകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ദേവദാസനെ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മക്കളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. അവരുടെ ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളും കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണേ. പ്രത്യേകിച്ചും ഈ ഫെസ്റ്റിന് കർത്താവെ നിന്റെ മകന്റെ സർജറി നടക്കുന്നുവല്ലോ പിതാവെ. സ്വർഗത്തിലെ അപ്പച്ചന്റെ കരം കൂടെ ഇരിക്കാൻ എല്ലാം നമുക്ക് ഭംഗിയായി ചെയ്തതിനായി എന്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതകരം പിടിവിച്ചെന്ന് പറയത്തക്ക വിധം ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് നന്ദി കർത്താവെ. ദൈവമേ ഈ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് ഇങ്ങനെ ഒരു സ്ഥലം ഒരുക്കി തന്ന ഈ വാത്സല്യ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സനിബ്രതനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ബിന്ദുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ അനുഗ്രഹിച്ചായിട്ട് കർത്താവെ ഈ ദിവസങ്ങളിൽ നിന്റെ സന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്ന ചെറുതും വലുതുമായ സകല വിഷയങ്ങളുടെ പേരും ദൈവത്തിന്റെ അത്ഭുതകരം കാണുവാൻ കർത്താവ് സഹായിക്കുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കാണുന്നവരുടെ മുമ്പിൽ കർത്താവെ യഹോവയെ സേവിക്കുന്നവർ ഇങ്ങനെയായി തീരുമെന്ന് പറയത്തക്ക വിധം ദൈവത്തിന്റെ അത്ഭുതകരം നിന്റെ മക്കൾക്ക് വേണ്ടി
പുരാതനെ പ്രവർത്തിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തപ്പ. അനേക ജീവിതങ്ങളെ കർത്താവ് കൂട്ടിവരുത്തണമേ കർത്താവെ. ഈ ഫോണി പ്രദേശത്തുനിന്ന് കർത്താവെ അനേകർ കടന്നു വന്ന് കർത്താവെ അങ്ങേ ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കണമേ എന്ന് അടിയങ്ങയോട് യാചിക്കുന്നു കർത്താവെ. ദൈവമേ അനുസരിച്ച് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബമായി അവരെ അനുഗ്രഹിച്ചാണ് അവരങ്ങനെ സന്നി വെച്ച് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളിലും ദൈവത്തിന്റെ അത്ഭുതകരം മുഖാതലന്തരഹത്തുരാധനെ പരിശുദ്ധാത്മാവെ ആലഹതരക്കാതലന്തരാധനെ അങ്ങയുടെ കരം പ്രവർത്തിക്കുന്നതിനായിട്ട് നന്ദി പിതാവേ. ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈതലായിരിക്കുന്നിടത്ത് സഹായിച്ചാട്ട് ദൈവകൃപയിൽ നിലനിർത്തണം. അടിയങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ചാട്ട് ദൈവത്തിന് പ്രസാദമുള്ളവരാക്കി തീർക്കണമേ ദൈവമേ. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് അടുത്ത് ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ ആരാധന ഒരു പ്രാവശ്യം നിങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. അടിയുടെ ഒരു കുറവും കർത്താവെ അനുഗ്രഹത്തിന് തടസ്സമാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ കർത്താവേ ഞങ്ങളുടെ നന്ദിയോട് സ്തോത്രം സ്തോത്രം കർത്താവേ. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിലൊക്കെ സർവശക്തന്റെ നിഴലിൻ കൃഷ്ണഭൂമിയിൽ കർത്താവെ സമാധാനമായി സന്തോഷമായി കർത്താവെ ആരോഗ്യത്തോടെ ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിച്ച വലിയ ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർ ഈ ദിവസം അങ്ങേ ആരാധിക്കുമ്പോൾ ഏഴോൾക്കും തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി ഞങ്ങളായിരിക്കുന്നു. അവിടെ ഞങ്ങളോട് രാവിലെ സമയം പെരുമാറാകണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ കർത്താവെ. വീണ്ടും കഴുകി അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ യോഗ്യരാകണമേ. പ്രാഗത്യം പെരുമാറാകണമേ കർത്താവെ. സ്തോത്രങ്ങളെ കർത്താവിന് അർപ്പിപ്പാൻ സകല സ്തോത്രത്തിന് യോഗ്യനായ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ അവസ്ഥയും ആവശ്യങ്ങളും അറിഞ്ഞു കർത്താവ് രാവിലെ സമയം അവിടെ ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും കർത്താവെ അവിടുന്ന് തന്നെ നിയന്ത്രിക്കുമാറാകണമേ. നിയന്ത്രണത്തിലും എല്ലാം ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഫോണി പ്രദേശത്തോട് കർത്താവ് മനസ്സറിയണമേ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രവർത്തനത്തെ കർത്താവ് അവിടുന്ന് ആദരിക്കുമാറാകണമേ. അടുന്നവനും നട്ടവനും ഒന്നുമില്ല കർത്താവെ. വളരുമാറാകുന്ന യഹോവയുടെ സന്നിധിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കർത്താവെ. ഇതിന്റെ അതിലൂടെ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവിടെ ഞങ്ങളെ ഒരു നാളിൽ രക്ഷിപ്പിക്കുന്ന ദൈവമല്ല. അവിടെ ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന ദൈവമല്ല. ഞങ്ങളുടെ സകല ആവശ്യങ്ങൾക്കും കഴിഞ്ഞ നാടുകളിൽ നല്ലവനായ വിശ്വസ്തനായിരുന്ന കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവിക സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മാനമോത്വം അങ്ങേക്ക് തരുന്നു. സകല വേളയ്ക്കായി ജീവൻ കഴിഞ്ഞ കർത്താവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകട്ടെ. Let us all arise in the presence of God and read Psalm 39. 39ാമത്തെ സങ്കീർത്തനം. I will read it in Malayalam. Praise God. Enne anporu dinam pornum nadakinna punni
കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വായ കടിഞ്ഞാണ് കൊണ്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. ഞാൻ വായ് തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ചെയ്യിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രേ ആകുന്നു. അടുത്ത വാക്യം ചേർന്ന് വായിക്കാൻ, ഞാൻ ഇവിടെ നിന്ന് പോയില്ല, ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ദൈവവചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Lord, we thank you for the word that is given to us this morning. We ask you to help us in this worship, that we may receive a new insight from the word of God, that our spirit may be renewed and transformed in the presence of God. Bless us together. In Jesus' name I pray. Amen. Please be seated in the presence of God. And we thank God for this new week, this new Sunday, the day of the Lord. Today is Palm Sunday. I don't celebrate too much about that, so my message is not about Palm Sunday. But this morning we are here because the Lord kept us alive. Because the Lord was holding our hands. Because the Lord was on our side. And that is the very reason we are here. This world had too many problems. The stock market crashed, and I was worrying about that, but thank God, God is controlling everything. Amen. And God is ultimately controlling everything. And this morning, there is no birthday, and a couple of other families were supposed to be joining with us. For some reason, they are not here, but they will come. They will come. And they can only postpone it to a certain point. Even the Lord has seen certain people to be here, they will be here sooner or later. There was a family who was supposed to be here, and they are actually sick. They informed me this morning they are sick, and they said they will come next week. And let us pray that they won't be sick next week. So we have to pray for the people of God, whether they are here or not here. So we will move forward in our worship service, and I think we are going to take the offering at this point. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ വിധിയെന്തു നല്ലാശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമായി. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപ കൃപയോൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയോൻ
And whatever is, do we have any new needs? We can pray for that as well. വീണ്ടും തരണ കൊടുക്കാം, ദൈവത്തിന്റെ പ്രാർത്ഥിക്കാം. സ്വപ്രച്ചുകൊണ്ടും നമ്മുടെ ചില വിഷയങ്ങളും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രാവിലെ ഞങ്ങൾക്ക് എഴുന്നേൽക്കുവാൻ, ഞങ്ങളുടെ കരങ്ങള് കാലുകള് ചലിപ്പിക്കുവാൻ, കർത്താവേ ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച, ഞങ്ങളുടെ ചെവി കേൾക്കുവാനുള്ള ശക്തി, ഇതൊന്നും ഞങ്ങൾ കർത്താവിനോട് ചോദിച്ചതല്ല, എന്നാൽ ദൈവം ഞങ്ങൾക്ക് കനിഞ്ഞു തന്നതാണ്. അപ്പൊ ആ ദൈവമേ, ഒന്ന് ഞങ്ങൾ അറിയുന്നു, ഒന്നുകിൽ ഞങ്ങളുടെ മരണം, അതല്ല എങ്കിൽ കർത്താവിന്റെ വരവ്, അത് ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്നു. ഈ പ്രഭാതവും ഈ ഉയർന്ന പ്രഭാതവും അടിങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് കർത്താവെ അങ്ങയെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ ഭാഗ്യത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ. ദാനിയേലിനോട് കർത്താവ് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ഞാനതിനു വേണ്ടി ഇറങ്ങി വന്ന ദൈവമാണ്. പല പ്രിയപ്പെട്ടവരും ദൈവസ്ഥിതിയിൽ അനേക നാളുകളായി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേല് കർത്താവിന്റെ കരം ഈ ദിവസങ്ങളിൽ ചലിപ്പിക്കുന്നതോർത്ത് ദൈവത്തിന് മഹത്വം. നീ വാഗ്ദത്തങ്ങളുടെ ദൈവമാണല്ലോ, നീ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണല്ലോ. ഞങ്ങൾ പാടിയതുപോലെ അങ്ങ് മാറാത്തവനാണ്, മാറ്റം തരുന്നത് ഞങ്ങൾക്കാണ്, എന്നാൽ മാറാത്ത ദൈവം. സ്തോത്രം. ഞങ്ങളുടെ ചർച്ച ഫാമിലിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഭവനത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ നീ മാനിക്കണം കർത്താവേ. അല്ലെ ഓരോ ദിവസവും അതിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളിലും കർത്താവേ എന്റെ കുഞ്ഞുങ്ങളെ മാനി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിയാചാര്യവും കുടുംബവും ഒക്കെ കടന്നുപോയ ആ വലിയ വിഷമതകള് കൊടുത്ത ആശ്വാസത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്, നിത്യതയുടെ തീരത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് കാണാമെന്നുള്ള വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നു. ഈ ഭൂമി ഞങ്ങളായിരിക്കുമ്പോൾ കഷ്ടതയും പട്ടിണിയും വേദനയും ദുഃഖവും ഒക്കെ കടന്നു വരുമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്, അവരുടെ കുഞ്ഞുങ്ങളെ ഓർക്കുകയാണ്, കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. ആമേൻ. അവർ രഹസ്യവും പരസ്യവുമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങള്, ആമേൻ, രാത്രിയുടെ യാമങ്ങളില് എഴുന്നേറ്റ് ദൈവത്തോട് കരയുന്ന വിഷയങ്ങള്, അപ്പാ എന്റെ ഈ വിഷമതകള് ഞാൻ ആരോട് പറയും? എനിക്ക് ഒരു പറയുവാൻ ഒരു ദേഹിയില്ലല്ലോ. എന്റെ ഈ വിഷമം ഞാൻ ആരോട് പറയുമെന്ന് ഭാരപ്പെടുന്ന ജീവിതങ്ങൾക്ക് കർത്താവ് മറുപടി തരുവാൻ സമയമാസന്നമായിരിക്കുന്നല്ലോ. ആമേൻ. കണ്ണുനീരെല്ലാം മാറി ഞങ്ങൾക്ക് സന്തോഷം പിടിപ്പിക്കുന്ന ഒരു ദിവസം ആസന്നമായിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് പലരും സിക്കായി ഭാരപ്പെടുന്നല്ലോ. എന്റെ കുഞ്ഞുങ്ങളെ പേരുപേരായി നോക്കിയാണ്. രോഗികൾക്ക് വൈദ്യൻ, രോഗം നീക്കുന്ന മരുന്ന്, ആമേൻ, ഗിലെയാദിലെ സുഗന്ധ കുഴമ്പ്, രോഗം ശീലിച്ചവന് ആമേൻ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലുണ്ടല്ലോ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് അപ്പാ ഏത് രോഗസൗഖ്യമാണ് ആവശ്യമെന്ന് നീ അറിയുന്നു അപ്പാ. ഹല്ലേലൂയ. അവരാ രോഗത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അവരാ രോഗത്തിൽ കൂടി കടന്നു പോകുന്നതിന്റെ ഉദ്ദേശം ദൈവത്തോട് ചോദിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാസ്റ്ററെ ദൈവസ്ഥലിൽ വെക്കുന്നു. ആമേൻ. കർത്താവ് ജനിക്കുന്ന സർജറിയെ അപ്പൊ ഡോക്ടർമാരുടെ കരത്തോട് ചേർത്ത് ആമേൻ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ കരം ആമേൻ. ആ സർജറിയിലൊക്കെ എന്റെ മകനോട് അല്ല ഇതെങ്ങനെ സംഭവിച്ചു? പെട്ടെന്ന് കർത്താവേ നീ അവിടുന്ന് നിന്റെ കരത്തോട് മാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ദൈവമേ, അനേക ചർച്ചകള് ഇന്ത്യയിൽ കർത്താവേ വളരെ കഷ്ടത്തിൽ കൂടി ഭാരത്തിൽ കൂടി ദൈവവചനത്തിന് ആമേൻ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടത്തിലേക്ക് ചർച്ചകൾ നീങ്ങിയാണ്. എന്നാൽ എവിടെ 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 ആ ചർച്ചകൾ ആക്രമിക്കപ്പെട്ടു. അവിടൊക്കെ 10,000-കണക്കിന് ചർച്ചകൾ ദൈവം ഉയർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്ഥിരമായ സേവനം ചെയ്യുന്ന നിന്റെ മുദ്രത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിക്കൂടെ ഞങ്ങളുടെ മേഴ്സിമാമയെ ഓർക്കുന്നു. ജോൺ ബെഞ്ചമിൻ ആൻഡ് ഫാമിലിയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങളോട് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളില് ദൈവത്തിന്റെ കരമേ ദിവസങ്ങളിൽ കർത്താവേ മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കുവാൻ അധികാരമില്ല. കർത്താവിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നു. എന്നാൽ അത് ദോഷത്തിനല്ല, അത് ദോഷത്തിനല്ല. ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, പ്രിയ ദൈവമക്കളെ, ഓൺലൈനിൽ കൂടി എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ കടന്നു പോകുന്ന വേദനകൾ നിങ്ങളെ തകർത്ത് കളയുവാനോ നിങ്ങളെ മുടിക്കുവാനല്ല, നിങ്ങളെ നല്ല പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പദ്ധതിയും പാലുള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അല്ലെങ്കിൽ രാജ്യത്തെ
പ്രാർത്ഥിക്കുന്നു. പുതിയ ഭരണാധികാരികളെ എല്ലാം നിന്റെ കരങ്ങളിൽ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവനാമത്തിനും ദൈവപ്രമാണങ്ങൾക്കും വിപരീതമായി ഒരു സൈൻ പോലും ചെയ്യുവാൻ എന്റെ മക്കൾക്കിടയാക്കരുത്. സർവ്വം പ്രാർത്ഥിച്ചു ഈ ജനത്തെ നടത്തുവാൻ ആമേൻ എനിക്ക് ജ്ഞാനം വേണമെന്നാണ്. ഹല്ലേലൂയ. ജ്ഞാനമുള്ള ഹൃദയം എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവരെ ഈ രാജ്യം ഭരിക്കുവാൻ ഇടയാകണം. ഇന്ന് അങ്ങയുടെ സ്വന്തം ജനമായ ഇസ്രായേലിനെ പോലും ഹല്ലേലൂയ കർത്താവേ ആമേൻ സഹായിക്കുന്ന ഈ രാജ്യത്തോട് ഈ മനസ്സിൽ തോന്നുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ സഭയെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ സഭയുടെ അതിന്റെ വിശാലമാക്കണം. ഈ ഫോണി സിറ്റിയെ ഞങ്ങൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ ഫോണിക്ക് ഈ ചർച്ചിന് അനുഗ്രഹമാകണം. അതിന് ചൂട് കൊടുക്കുന്ന ദൈവദാസന്മാരെ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. നാട്ടിലായിരിക്കുന്ന ഞങ്ങളുടെ ദൈവദാസനെ നിന്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അവിടെയുള്ള ചർച്ചുകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പുതിയ സ്നാനങ്ങൾ ഹല്ലേലൂയ ഈ ചർച്ച നടത്തുവാൻ ദൈവം കൃപ പ്രാർത്ഥിക്കുന്നു. പുതിയ ബിൽഡിംഗ് ആമേൻ പുതിയ സ്ഥലങ്ങളൊക്കെ ഈ കർത്താവ് തരുവാൻ പദ്ധതിയുള്ളതുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയട്ടെ കർത്താവ്. കുഞ്ഞുങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ സ്വത്രകാഴ്ച അമർത്തി കുലുക്കി കവിയുന്നവരെ കൊണ്ട് എന്റെ മക്കളെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ശുശ്രൂഷകളെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. എല്ലാ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരണം. പ്രത്യേകം ഓർക്കുന്നു. തന്റെ മോന്റെ പഠനത്തിന്റെ കാര്യങ്ങളെല്ലാം നിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. രഹസ്യവും പരസ്യവുമായ തന്റെ മകനും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങള് ദൈവമേ ഹല്ലേലൂയ ദിവസങ്ങളിൽ മറുപടി പറയത്തക്കതുപോലെ ആമേൻ കർത്താവ് അവർക്ക് കൊടുത്തു മാനിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി ഞങ്ങൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ യുഗങ്ങളിലോടല്ലേ ആമീൻ ലോകത്തിന്റെ മ്ലേച്ഛത അവരെ കാണല്ലേ, ലോകത്തിന്റെ മ്ലേച്ഛത അവരെ കേൾക്കല്ലേ. അപ്പാ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ അവരെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ Praise the Lord. Hallelujah. Certainly the presence of the Lord is with us. I just wanted to give a minute for anyone who wanted to share something. Last week I forgot, and I know we had a conversation at the end of the service. If anybody wanted to share a word of testimony or anything, there is a moment that we can take. Nobody is going to do it. I will just move forward. Praise God. And we are going to meditate on the same verses from last week. Would you read it for us? 1 John chapter 3 verses 1 to 3. See what kind of love the Father has given to us, that we should be called children of God, and so we are. The reason why the world does not know us is that it did not know him. Beloved, we are God's children now, and what we will be has not yet appeared. But we know that when he appears, we shall be like him, because we shall see him as he is. And everyone who thus hopes in him purifies himself as he is pure. Praise God. May the Lord add his blessing through the reading of his holy word. I will read that in Malayalam. Last week I read it. Kanmin, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണേണ്ടുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. വളരെ അർത്ഥസമ്പൂർണമായിട്ടുള്ള ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. It's very so many things are filled in this verses. But before I speak about this passage, I wanted to share a word of testimony. This is my testimony for the last 3 months, from January onward until now. This is my testimony that the Lord had been with me, and the Lord had been with me, and for some reason I believe in extraordinary powers that God gives to his children. And that is something that I experience.
Uh, some people might think that why I go to school in this old age, what is he going to gain? And it's useless, it's waste of money, waste of time. That's what a lot of people think like that. And I know that. I know it's a fact also. But somehow, the desire for learning is kind of rooted in me. And the love for knowledge, the love for wisdom it is rooted in me. And I remember when I was studying in SABC, there were 3-4 things I prayed, constantly prayed. And one of them was knowledge, wisdom. I prayed for a job that I will work and I will not take anybody's money for ministry. And I specifically prayed for these things when I was studying in SABC. And the Lord made all those things to happen. And so for some reason, this desire is so much in me. And I started on this program actually 2024 January. I was enrolling in this program, but some events happened during the orientation week that we went to Greece and we came back, and then I got into this orientation week. The internet in my house kind of wiped out, and I couldn't get it back on because orientation was through the internet. It was happening from Atlanta that I'm watching here, and the internet was out, and we were supposed to do so many exercises through their systems, and I couldn't participate in this. So I attended one day, then I wrote an email to the professor that I thought it is not God's will for me to do this program. The internet will be only back by Thursday. This is happening on Tuesday, so I will miss Tuesday, Wednesday, and Thursday. We don't know when it is coming in, and the technician need to come and fix it. And it was a stormy weather-related issues. So then I somehow thought it is not God's will for me to continue in this program. So I wrote an email to this professor and the director of the program. I said, I had this problem and I couldn't be in it, and I think it is not God's will for me to continue in this program, so please take me out. So he said, okay. He took me out of the program. And then 2 weeks later, the professor who was doing the class, he sent me a text message asking me, is there anything I can do to help you? And he was looking for I was still in their system. He was looking for the papers and the dialogue and all those kind of things, and he's not getting anything. So he asked me, is there anything else I can do for you? I said, I'm already out of the program. He said, come back into the program. Then I said, how can that be? I already took myself out of the program. So then I wrote an email to the same professor asking him is it possible to get back in? And he said yes, and he called the people and he took me back into the program starting in the fall. That's why I started in the fall of 2024. And then that 1 week I testified here that I was going to get out. I was going to get out of the program because it was too hard. It was very hard. I was doing this study, and then I was doing my little company, then I was doing the church. It became too overwhelming upon me, and then the demands were so much. So I didn't talk to the professor. I went into the system and I took me out. I just dropped the classes. And then the professor came after me and he wanted me back in, and he wrote me so many emails to get back in, and I got back in. And when I got back in, I was so reluctant. I was so worried, and I was thinking that I will get real bad grades and maybe I can't do all the work. But somehow I tell you, I'm actually towards the end of this semester work. And I turned in all my work on time, and I got fairly good grades so far. And I believe that
when I was doing this tax returns all by itself, I probably did a few every day. And I did more than that. I did all the work. I did all the church. And I know it is not just my abilities. It is not just the ability, the strength. You know, at my age, my health may be declining, but God gives extraordinary strength. And I really believe in it because it is an experience. So those who trust in the Lord will strengthen our physical bodies. And there is no doubt about that. And our physical bodies are capable of only doing certain things. There are limitations in us. But when we trust in God, when we yield to Him, and when we rely on Him, and God will strengthen us. And this morning, if anyone is needing some extraordinary help, the source is heaven. യേശു മാറാത്തവൻ, നമ്മൾ പാടിയതുപോലെ യേശു മാറാത്തവനാണ്, അവൻ നമ്മെ സഹായിക്കുന്നവനാണ്. അത് ഏത് വിധത്തിലുള്ള വിഷയങ്ങളായിരുന്നാലും ദൈവത്തിന് സഹായിക്കുവാൻ കഴിയും. ദൈവത്തിന് സഹായിക്കാൻ കഴിയാത്ത ഒരു വിഷയവും ഈ ലോകത്തിലില്ല. ഒരു പക്ഷേങ്കിൽ സയൻസ് നോക്കുമ്പോൾ എൻ്റെ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കത്തില്ല. ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റി ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അതിനൊരു എവിഡൻസ് ഉണ്ടാകത്തില്ല. പക്ഷേ മനുഷ്യന്റെ അനുഭവം ഒരു ലാബറട്ടറി കൂടി കൊണ്ടുവരുമ്പോൾ തെളിയിക്കപ്പെടുവാൻ കഴിയുന്നതല്ല. പക്ഷെ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്ന ദൈവമക്കൾക്ക്, ദൈവത്തിന്റെ ശക്തി അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് അത് ഒരു അനുഭവമാണ്. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തതാണ്, ടെസ്റ്റ് ട്യൂബിനകത്തൂടെ കടത്തിവിടാൻ കഴിയാത്തതാണ്. But it is still an experience of the children of God. I just wanted to share that testimony with you. And thank you for all your prayers for this education. So I came to the conclusion that completing this program is the will of God for me. And I need your prayer to continue this. Possibly by 27 I will finish it. And I'm already thinking about completing it. But as long as until the Lord allows me to do it. So last week, about these verses, we talked about a few things. And one of the things that we talked about was our identity in Christ. ഈ വാക്യങ്ങളിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ വാക്യം തന്നെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് വളരെ തെളിവായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവമക്കൾ ആകുന്നു. We are the children of God. നമ്മൾ ദൈവമക്കൾ ആകുന്നു. നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ദൈവമക്കൾ ആകുന്നു. ആ ദൈവമക്കൾ ആകുവാൻ നമ്മളെ സഹായിച്ചത് ദൈവത്തിന്റെ സ്നേഹം ആണ്. ദൈവത്തിന്റെ സ്നേഹം ദൈവം പ്രദർശിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ദൈവമക്കളായി തീരുവാനായിട്ട് കഴിയുന്നത്. പിന്നീട് അടുത്ത വാക്യം, നാം അങ്ങനെ തന്നെയാകുന്ന വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഒരു സംശയവും ഇല്ലാതെ നമ്മൾ ഇപ്പോൾ ദൈവമക്കളാണ്. അങ്ങനെ ഒരു അഷ്യൂറൻസ് ആണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഈ ഭാഗത്തെ കുറിച്ച് വീണ്ടും അല്പം കൂടെ ചിന്തിക്കുകയും വേദഭാഗം വായിച്ച് നോക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്, ഈ ലോകത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് അപ്ലൈ ചെയ്താൽ ഒരു ഡിസിഷനും ഇമ്മീഡിയറ്റ് ആയിട്ട് വരത്തില്ല. നോ ഡിസിഷൻസ്. നമ്മളിപ്പോൾ സിറ്റിസൺ ആകാനായിട്ട് അപ്ലൈ ചെയ്താൽ യു വെയിറ്റ് at least 6 months. I don't know how long it is to wait now, maybe a year, whatever it is, we have to wait. If you wanted to get a job and you apply for a position, you have to wait. You have to wait. Everything that you wanted to do, you just have to wait in this world. If you want to go to college, you wanted to get an admission to the college, you have to send in all the paperwork and then you wait for the letter to come.
Everything that we do in this world takes time, except one thing, that when you become a children of God, when we confess our sins, when we accept Jesus into our heart, the action is immediate, the action is quick. Our name is written in the book of life. There is no waiting period, there is no time to think about, and nothing is to be considered. Our qualification is not considered. Our heritage is not considered. Nothing about us is considered except our faith in the Lord Jesus Christ. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആ ഒരുക്കത്തിന്റെ ആ ആദ്യ പടി അപ്പോൾ തന്നെ it is completed. Our name is written in the book of life. When we since that moment, we have no doubt about who we are. We are the children of God. Amen. But nobody need to doubt about it. We are the children of God. I know in some Pentecostal churches, when I say Pentecostal churches, and we are Pentecostal church, when I say that is only because there is some doubt. Some people doubt, are we children of God today? We were children of God yesterday. Did we do anything that took us all out? So there is a little confusion going. Sometimes we have that confusion. I call it the confusion. It's only because we doubt whether we are the children of God. The word of God says, yes, we are the children of God. We are the children of God not because on our merit, not because we qualified for it, because the qualification is given to us, because it is given to us through the cross. So we are, because He qualified us to become the children of God. And as long as the Lord is on our side, we are His children. As long as the love of God is in our life, we are the children of God. There are two ways of thinking about this position, about whether we are the children of God today, tomorrow we are or not. So there are two positions and two examples and two analogies. And one analogy is the monkey carrying his baby. From when the monkey jumped from one branch of a tree to another branch, what did what the baby supposed to do? Supposed to hold on to the mother monkey. So when it jumped, if the baby monkey is not holding tight to the mother monkey, the baby can fall. The baby can fall, and that can result in the baby's death or any other injuries and things like that. So with that we can say, well, we are the children of God as long as we hold on to God. That is one way of thinking. We are the children of God as long as we hold on to the monkey. That is what it's called the Armenian theology. That is what we kind of fall under it. So that's why we doubt, are we still holding on to God or not? The other thinking is like a cat carrying his baby. How the cat does, ഒരു പൂച്ച എങ്ങനെയാണ് അതിന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അതിന്റെ പെടലേക്ക് പിടിച്ച് കടിച്ച് എടുത്ത് അതൊക്കെ കൊണ്ടുപോവുകയാണ്. ഈ കുഞ്ഞൊന്നും ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. So as long as the mother is having the grip on the baby is safe. The baby is safe. And that is more like the Calvinistic type of thinking. So I don't really worry about the Calvinism is not right or the Arminianism is right. I don't worry about that. But I do know I am going to heaven only because God is getting me there. If I am trying to go to heaven on my merit, I know I will never get there. Because the Lord is going to get me there. That is His promise. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത്
That is the biggest question Apostle Paul is raising. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നതാണ്. നമ്മൾ ആ പദപ്രയോഗത്തിന്റെ ഗ്രീക്ക് ഭാഷ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ക്രിസ്തുവിന്റെ സ്നേഹം, അത് ഗ്രീക്ക് ഭാഷയിൽ അതിന്റെ എൻഡിങ് ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടർത്ഥം വരാം. ഒന്ന്, ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹം, മറ്റേത് നമുക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം. ഇത് രണ്ടർത്ഥം അതിനകത്തിലുണ്ട്. പക്ഷെ നമുക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലൊക്കെ എപ്പോഴും വരാറുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചാലും പറയാൻ തയ്യാറായാലും ഇല്ലാതിരുന്നാലും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. പക്ഷേ എങ്കിൽ ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല. അത് സ്ഥിരമായിട്ടുള്ള സ്നേഹമാണ്. ക്രിസ്തുവിന് നമ്മോട് സ്നേഹം ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ദൈവമക്കൾ ആയിരിക്കാനായിട്ട് കഴിയുന്നത്. ആ ഒരു അഷ്യൂറൻസ്, ആ ഒരു സ്ഥിരമായിട്ട് ഞാനൊരു ദൈവമകനാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. മനുഷ്യ ജീവിതം ബലഹീനമാണ്, ജഡിക ജീവിതം ബലഹീനമാണ്. ബലഹീനമായ ജീവിതത്തിൽ നമ്മുടെ ആദർശങ്ങൾക്ക് മാറ്റം വരാം, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് മാറ്റം വരാം, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരാം, നമ്മുടെ ഉത്സാഹത്തിന് മാറ്റം വരാം, നമ്മുടെ പ്രത്യാശയ്ക്ക് മാറ്റം വരാം. പക്ഷെ യേശു നമ്മോട് കൂടെ ഉണ്ട്. യേശു മാറാത്തവനാണ്. ഇന്ന് പാടിയ പാട്ട് വളരെ ഇതുമായിട്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള പാട്ടാണ്. യേശു മാറാത്തവനാണ്. യേശു മാത്രമേ മാറാത്തവനായിട്ടുള്ളൂ. അങ്ങനെ മാറാത്തവനായ ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സ്വർഗത്തിൽ പോകും. തീർച്ചയായിട്ടും നമ്മൾ ദൈവമക്കളാണ്. അതിന് നമുക്ക് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ദൈവമക്കൾ. നമ്മൾ ആരാകുന്നു, ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാനൊരു ദൈവമകനാണ്. അത് നമ്മൾ ദൈവമകനായത് ദൈവം നമുക്ക് നൽകിയ ആ സ്നേഹത്തിന്റെ സമൃദ്ധിയാണ്. മനുഷ്യന്റെ സ്നേഹമൊക്കെ ഇച്ചിരിയുള്ള സ്നേഹമാണ്, അല്പമായിട്ടുള്ള സ്നേഹമാണ്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയ, അതൊരു ആശ്ചര്യം കാണിക്കുന്ന ഒരു പദപ്രയോഗമാണ്. നമുക്ക് ഇത് എഴുതിയ ആൾ തന്നെ വളരെ അത്ഭുതമാണ്. എത്ര വലിയ സ്നേഹമാണ്. ദൈവമക്കളായി തീരുവാനായിട്ട് നമുക്ക് ഒരു സാധ്യതയുമില്ല. വാസ്തവത്തിൽ ഒരു സാധ്യതയുമില്ല. ദൈവത്തിന്റെ മക്കൾ ആയി തീരുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കരസ്ഥമാക്കുവാൻ അവർ ചെയ്യുന്നത് ഒന്നുകിൽ കുറച്ച് ത്യാഗപരമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പക്ഷെങ്കിൽ കുറച്ച് ചാരിറ്റബിൾ ഡീഡുകൾ ചെയ്ത് ദൈവത്തിന്റെ സന്നിധി പോകാമെന്ന് വിചാരിക്കും. ഹിന്ദുക്കളൊക്കെ പിന്നെ പല പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയി കുറച്ച് നടന്ന് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത്, അല്ലെങ്കിൽ ഗംഗയിൽ പോയി കുളിച്ച് അഴുക്കൊക്കെ കഴുകി കളഞ്ഞ് അങ്ങനെയൊക്കെ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ആഗ്രഹിക്കുന്ന പല മതത്തിലുള്ള ആളുകളുണ്ട്. അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെ എത്തുമോ ഇല്ലയോ എന്നൊന്നും കൺക്ലൂസീവായിട്ട് ഞാനൊന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ കൂടുതൽ പഠിച്ചു വരുമ്പോൾ കൺക്ലൂഷൻ ഇല്ലെന്നുള്ളതാണ് ഒരു സംഗതി. You cannot make a conclusion because there is always possibilities exist in everywhere. So we don't want to close out doors, but at the same time we just have to be careful with our statements. So I don't know what they do, but I do know one thing. സ്വർഗം കരസ്ഥമാക്കുവാൻ മനുഷ്യന്റെ സ്വയം പ്രയത്നങ്ങൾക്ക് കഴിയത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എനിക്ക് വളരെ പ്രാഗൽഭ്യത്തോട് പറയാൻ കഴിയും, സ്വർഗത്തിൽ പോകുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആ വലുപ്പത്തിന്റെ അതിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാണ് നാം സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ കഴിവിന്റെയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്വാളിഫിക്കേഷന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല. ദൈവം വളരെ സ്നേഹം. നമ്മൾ പാപികളാണ്. നമ്മുടെ ജീവിതം
പാപമുണ്ട്, ശാപമുണ്ട്. നമ്മുടെ ജീവിതം ദൈവത്തോട് അടുക്കാനായിട്ട് അസാധ്യമായിരുന്ന ഒരു ജീവിതമാണ്. അകൃത്യങ്ങൾ നിറഞ്ഞ ജീവിതമാണ്. അകൃത്യങ്ങളും പാപങ്ങളും കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകറ്റപ്പെട്ട് ദൈവത്തോട് അടുത്തു വരുവാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന മനുഷ്യ വർഗമാണ് നമ്മൾ. ആ മനുഷ്യവർഗത്തെ ദൈവത്തോട് അടുപ്പിക്കാനായിട്ട് ഒരേ ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് മനുഷ്യന്റെ പാപം മാറിക്കിട്ടണം. മനുഷ്യന്റെ പാപം മാറ്റാനായിട്ട് ഈ നമ്മള് ഡിറ്റർജൻസ് ഒന്നും മതിയാകത്തില്ല. There is no detergent that can take away the sins of mankind. There is no soap that can wash away the sin of a mankind. It doesn't matter how many times we become a bath in a day, that won't remove the sins and remove the outside dirt. But the inside problems of mankind, it needs to be removed before we can approach God, before we can come to God, and especially to say without a doubt that I am a child of God. You have to have this sin removed. നമുക്ക് ദൈവവചനത്തിൽ കൂടി നാം വായിക്കുന്നത് രക്തം ചൊരിയാതെ ഒരു വിമോചനമില്ല. രക്തം ഈ ലോകത്തിൽ പാപം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു പാപിയെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. മനുഷ്യനായി ജനിച്ചവർ എല്ലാവരും പാപികളാണ്. ആദാമ്യ പാപം ഒരു വഴിക്ക്, നമ്മുടെ പ്രവർത്തികളുടെ പാപം മറ്റൊരു വഴിക്ക്. ഒരു പാപിയായ മനുഷ്യന് വേറൊരു പാപിയെ രക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഇവിടുത്തെ ഈ വലിയ സ്നേഹത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ, പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം തന്റെ ഒരേ ഒരു പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പാപമില്ലാത്തവനായി ജനിച്ചു, പാപമില്ലാത്തവനായി ജീവിച്ചു. കാൽവരി ക്രൂശിലും പാപമില്ലാത്തവനായിട്ട് ക്രൂശിക്കപ്പെട്ടു. നമുക്ക് അതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപക്ഷെങ്കിൽ യേശുവിന്റെ ജനനത്തിൽ പാപമുണ്ടോ ഇല്ലയോ അതൊരു തർക്ക വിഷയമാണ്. യേശുവിന്റെ ജനനത്തിൽ പാപമുണ്ടോ ഇല്ലയോ, but how the manner in which Jesus came into this world, I'm not going to talk too much about that, but the manner in which Jesus came into this world, it came through a sinless process. It was a sinless process. So his birth is sinless, his life is sinless. യേശു ക്രിസ്തു ചലഞ്ച് ചെയ്തു, പാപത്തെ കുറിച്ച് നിങ്ങളിൽ ആർക്ക് എന്നെ ബോധ്യം വരുത്താൻ കഴിയും? അപ്പോൾ അവനെ ക്രൂശിലോട്ട് തറയ്ക്കാനായിട്ട് ജഡ്ജ്മെന്റ് എഴുതിയ പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഒരു കുറ്റവും കാണുന്നില്ല. ഈ മനുഷ്യനെ നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുക, പക്ഷെ ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണും. ഇതവന്റെ നീതിമാനാണ്. അവന്റെ ഭാര്യ പറഞ്ഞു, ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെട്ടു പോകരുത്. കണ്ടോ? അപ്പോൾ ഈ ലോകത്തിൽ പാപമില്ലാതെ ജനിച്ചു, പാപമില്ലാതെ ജീവിച്ചു. പാപത്തെ കുറിച്ച് ഒരു മനുഷ്യനും ഒരു സാക്ഷ്യം പോലും പറയാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ പാപമില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ പാപിയായ ഒരു മനുഷ്യനെ രക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ കാൽവരി ക്രൂശിൽ നാം കാണുന്ന സ്നേഹം എന്ന് പറയുന്നത് വളരെ ഒരു വലിയ മനുഷ്യനെ ആശ്ചര്യപ്പെടുത്തുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ പ്രദർശനം ദൈവത്തിന്റെ പുത്രൻ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, മനുഷ്യവർഗത്തിന്റെ പാപം സ്വയം ഏറ്റെടുത്ത് ആ പാപത്തിന്റെ ശിക്ഷ, അതിന് റാൻസം കൊടുത്ത്, അതിന് മറുവില കൊടുത്ത് ഒരു വ്യക്തിയുടെ കടം മോചിച്ച് കിട്ടണമെങ്കിൽ ആരെങ്കിലും ആ കടം വീട്ടണം. അതിനകത്തൊക്കെ ഒത്തിരി കോൺട്രവേഴ്സി ഉണ്ട്. ആർക്കാണ് വില കൊടുത്തത്, എങ്ങനെയാ കൊടുത്തത്? സോ ദിസ് ഐ ആം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇൻടു ദാറ്റ്. എന്നാൽ പാപത്തിന്റെ കടം, പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പൊ പാപത്തിന്റെ ശിക്ഷ, നാം പാപത്തിൽ മരിച്ചവരാണ്, പാപം ചെയ്ത ദേഹി മരിക്കും. അത് നിത്യമരണമാണ്, നിത്യമരണമാണ്. ആ നിത്യമരണത്തിൽ നിന്ന് നമ്മെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുവാൻ, ആ നിത്യജീവൻ തരുന്ന ആ പ്രോസസ്, അതാണ് കാൽവരി ക്രൂശിൽ നടന്ന ആ പ്രോസസ്. ആ പ്രോസസ് നടന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ വലിയ പ്രദർശനം,
അവിടെ യേശുവിനെ മരിക്കുവാനായിട്ട് അനുവദിച്ചു. പാപം ചെയ്ത ദേഹി ആ പാപത്തിന്റെ കടം യേശു കാൽവരി ക്രൂശിൽ ഏറ്റെടുത്തു. പാപത്തിന്റെ കടം ഒരിക്കലായിട്ട്, ഇറ്റ്സ് നോട്ട് ദാറ്റ് എവരി ഡേ, ഒരിക്കലായിട്ട് സർവ്വ ലോകത്തിനു വേണ്ടി പാപത്തിന്റെ കടം യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഏറ്റെടുത്തു. അന്ന് ജീവിച്ചിരുന്നവർക്ക് വേണ്ടി മാത്രമല്ല, പിന്നീട് ജനിച്ചവർക്കും ഇനി നമ്മുടെ കാലം കഴിഞ്ഞ് ജനിക്കാൻ പോകുന്നവർക്കും, ലോകത്തിന്റെ ഈ ലോകം എത്ര നാൾ മുൻപോട്ട് പോകുന്ന അറിയുന്നില്ല, എന്നാൽ ഈ ലോകത്ത് മരിക്കുന്ന എല്ലാവർക്കും ഒരിക്കലായിട്ട് പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് യേശു ക്രിസ്തു സ്വന്തം ജീവിതം കൊടുത്ത് സകല മനുഷ്യരുടെയും പാപത്തിന്റെ കടം വീട്ടി. എത്ര വലിയ സ്നേഹം ഇല്ലേ? എത്ര വലിയ സ്നേഹമാണ്. അതാണ് ഇവിടെ യോഹന്നാന്റെ ലേഖനം മുഴുവനും ഒരു സ്നേഹത്തിന്റെ ലേഖനമാണ്. യോഹന്നാന്റെ സുവിശേഷവും സ്നേഹത്തിന്റെ ഒരു പ്രദർശനമാണ്. ഈ ലേഖനവും അതുപോലെ തന്നെ കർത്താവിന്റെ സ്നേഹം വളരെ വളരെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത സ്നേഹമാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ കയറ്റാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നമുക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കാം. ഇപ്പൊ എൻ്റെ വീട്ടിൽ ഒരാളോട് നോക്ക് ചെയ്യുക, ഞാൻ ജയിലിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡോർ തുറക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് നോ. ഐ സ്പീക്ക് ടു യു ഓണസ്റ്റ്ലി. ഐ ഡോണ്ട് നോ. ഞാൻ ഒരു വലിയ അതിവിശുദ്ധനാണെന്നോ അമാനുഷികനാണെന്നോ ഒന്നും സ്ഥാപിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. എന്നാൽ ഞാനിപ്പോൾ ഒരാളോട് പറയുകയാണ്, ഞാൻ ജയിലിൽ നിങ്ങൾ ഒരു 2 കണ്ണൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വാതിൽ തുറക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ അടുത്ത് വന്നത് പറയാണ്, കർത്താവേ, ഞാൻ ജയിലിൽ നിന്ന് വരികയാണ്, ഞാൻ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത അനേക കാര്യങ്ങൾ ചെയ്തു, ഞാനൊരു ഹൊറിബിൾ മനുഷ്യനാണ്. കർത്താവ് എന്ത് ചെയ്യുന്നു അറിയാമോ? സ്വർഗത്തിന്റെ കവാടങ്ങൾ ഈ മനുഷ്യന്റെ നേരെ തുറക്കും, അതൊരിക്കലും അടയ്ക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് നാം ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പക്ഷേങ്കിൽ ഒരു ക്രിസ്തീയ പെന്തക്കോസ്റ്റൽ പശ്ചാത്തലത്തിൽ ജനിച്ച് നല്ല മക്കളായിട്ട് ജീവിച്ച് സൺഡേ സ്കൂള് പഠിച്ച് ജീവിതത്തിൽ വലിയ അഴുക്ക് കറകളും ഒന്നും ഇല്ലാതെ നമ്മളൊരു നല്ല ജീവിതം ജീവിച്ച് ഈ വിശ്വാസത്തിൽ വന്നവരാണ് അധികം ആളുകളും. എന്നാൽ ഒരുപാട് ആളുകളും അങ്ങനല്ല വന്നത്. അവർ ഈ ലോകത്തിന്റെ മ്ലേച്ഛതയുടെ ഏറ്റവും അടിത്തട്ടിൽ ഇറങ്ങിച്ചെന്ന് ആ ലോകത്തിൽ അവർ അനുഭവിക്കാവുന്ന എല്ലാം അനുഭവിച്ച് നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് അവരെ ലോകം വെറുത്ത് മറ്റുള്ളവരുടെ അടുത്ത് എത്തുവാൻ കഴിയാത്ത നിലയിൽ അവരുടെ ജീവിതം അധപ്പതിച്ച് അവരുടെ ആശകളെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനായി തീർന്നിട്ട് കർത്താവിലേക്ക് നോക്കി ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിലാണ് ഈ വാക്യം കുറെ കൂടെ അർത്ഥമുള്ളത്. കർത്താവേ, നിന്റെ സ്നേഹം എത്ര വലുതാണ്. ലോകത്തിൽ ഒരു മനുഷ്യനും എന്റെ നേരെ സ്നേഹത്തോടെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ലോകത്തിൽ ഒരു മനുഷ്യനും എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്റെ പാപത്തെ ഓർക്കാതെ, എന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ ഓർക്കാതെ, ഞാൻ ചെയ്ത പ്രവൃത്തികളെ ഓർക്കാതെ സ്വർഗത്തിന്റെ ഗേറ്റുകൾ, സ്വർഗത്തിന്റെ കവാടങ്ങൾ എന്റെ നേരെ തുറന്നു തന്ന് എന്റെ പാപം കഴുകി എന്നെ ശുദ്ധീകരിച്ച് എന്റെ മാലിന്യമായിട്ടുള്ള ജീവിതം അവരൊക്കെ കഴുകി ശുദ്ധീകരിച്ച് എന്നെ വെടിപ്പാക്കി എന്നെ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നെ നൽകി ചൊവ്വയുള്ള പാതയിൽ നടത്തുവാൻ പരിശുദ്ധാത്മാവിനെ എന്നിൽ നൽകി എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വലിയ സ്നേഹത്തെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് പറയാം എത്ര വലിയ സ്നേഹമാണ്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത്രയും അതിന്റെ മഹിമ നമുക്ക് വെളിപ്പെടത്തില്ല. കാരണം നമ്മൾ അത്രയും ഈ ലോകത്തിന്റെ മ്ലേച്ഛതയിലേക്ക് കടന്നിട്ടില്ല. എന്നാൽ ഈ സ്നേഹത്തിന്റെ ആ കമ്പാരിസൺ വരുന്നത് ഒരു മനുഷ്യന്റെ അവസ്ഥ, അവിടെ അവൻ എവിടെ വരെ ചെന്നിട്ടാണ് കർത്താവിനെ അറിഞ്ഞത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമ്മൾ ഏത് നിലയിൽ കൂടി കർത്താവിന്റെ സന്നിധി വന്നാലും ഈ ദൈവത്തിന്റെ സ്നേഹം വലിയ സ്നേഹമാണ്. നമ്മൾ ദൈവമക്കളാണ്. നമ്മൾക്ക് ഒരു നിമിഷം പോലും സംശയിക്കേണ്ടുന്ന ഒരു കാര്യമില്ല. ഞാൻ ദൈവമക്കളാണോ, ദൈവമകനാണോ അല്ലയോ എന്ന് ഒരു നിമിഷം പോലും നമുക്ക് സംശയിക്കുന്ന ആവശ്യമില്ല. കാരണം
നമ്മൾ ദൈവമക്കളാണ്. അതിന് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. വി ആർ ആൾറെഡി, അതാണ് ആൾറെഡി. നമ്മൾ അതിന് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. വി ആർ ആൾറെഡി, നമ്മൾ ആയി കഴിഞ്ഞു. നമ്മൾ ദൈവത്തിന്റെ മക്കൾ ആയിത്തീർന്നു. നമ്മൾ ഒരിക്കൽ ദൈവത്തിന്റെ മക്കളല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. എന്നാൽ ഈ ലോകം, ഇവിടെ ഈ വാക്യത്തിൽ, ഞാൻ ഈ വാക്യത്തിൽ തന്നെ നിൽക്കുകയാണ്. ഈ വാക്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ യോഹന്നാൻ പറയുന്നുണ്ട്. നമ്മൾ വാസ്തവത്തിൽ ദൈവമക്കളാണ്. ദൈവത്തിന്റെ വലിയ സ്നേഹം നമുക്ക് നൽകി. പക്ഷെ ലോകം അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ലോകം അത് റെക്കഗ്നൈസ്, ദിസ് വേൾഡ് ഈസ് നോട്ട് റെക്കഗ്നൈസിങ് ഇറ്റ്. അതിന്റെ കാരണം നമ്മൾ ദൈവമക്കളാണെന്നുള്ള കാര്യം ഈ ലോകം അംഗീകരിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോകം യേശുവിനെയും അംഗീകരിച്ചില്ല. ഈ ലോകം യേശുവിനെയും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ലോകം നമ്മെയും അംഗീകരിക്കത്തില്ല. ഈ ലോകത്തിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യവുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ കയോട്ടിക്കായിട്ട് ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ ലോകത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, നമ്മൾ ദൈവമക്കളാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ ലോകം സർട്ടിഫൈ ചെയ്യേണ്ടുന്ന കാര്യമില്ല. ദാറ്റ് ഈസ് one certification is all needed. That certification comes from the Lord. നമ്മൾ പലരെ നോക്കിയിട്ട് നമ്മൾ പറയും അവർ ദൈവമക്കളൊന്നും അല്ല. അങ്ങനെ ചിലരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. പിന്നെ നമ്മളെ നോക്കിയിട്ട് പറയും, he doesn't look like a child of God. He can't be a child of God. അവർ നോക്കുന്ന മാർക്ക് അല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ നമ്മൾ ഒരുപക്ഷെ മീറ്റ് ചെയ്യത്തില്ല. പക്ഷെ ഒരു വ്യക്തി ദൈവമകനാണോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നത് ഈ സമൂഹമല്ല. That is God. God is the one deciding who is his children and who goes to heaven. And that is a decision God makes. I thank God. God has not given that duty to anybody else. പക്ഷെ പലരുടെയും പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അവരാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. That is what I think. When you look at many people and when they condemn people left and right, I think they determine who goes to heaven, who don't go to heaven. But I thank God today. ഞാൻ ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്, ആര് സ്വർഗത്തിൽ പോകും ആര് സ്വർഗത്തിൽ പോകത്തില്ല എന്ന് നിശ്ചയിക്കുന്നത് ഈ ലോകത്തിലെ ഒരുവനുമല്ല. എത്ര മഹിമയുള്ളവനായിരുന്നാലും എത്ര സമ്പന്നനായിരുന്നാലും he doesn't determine who gets there. The Lord decides. The Lord decides. And I'm going to be very surprised. And I tell you this with 100% confidence in my life. We will be very surprised to see a lot of people in heaven the world thought won't be there. And we will be surprised to see, not to see some people we thought will be there. And that is absolutely the truth. That's absolutely the truth. ഈ ലോകത്തിൽ നമുക്ക് മനുഷ്യനെ കളിപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് മുഖംമൂടികൾ നമുക്ക് ഈ ലോകത്തിൽ ധരിക്കാൻ പറ്റും. നമ്മൾ അതിവിശുദ്ധനാണ്, എന്നേക്കാൾ വിശുദ്ധൻ ലോകത്തിലില്ല. We can put a lot of masks on ourselves and we can fake a lot of things in this world. But I tell you, we cannot fake anything in the presence of God. In the presence of God. Because He sees you inside out. നമ്മുടെ ദൈവം നമ്മുടെ ഇൻസൈഡും പുറവും അകവും പുറവും എല്ലാം ഒരുപോലെ ഒരേ സമയത്ത് മനസ്സിലാക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമുക്ക് ഒരു മുഖംമൂടിയും ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനം വായിക്കുന്നത്, നീ ഉള്ളതുപോലെ എന്നെ അറിയും. You know me as I am. അങ്ങനെ അറിയുന്ന ഒരു ദൈവം, that God decides who gets into heaven. ഏതായാലും എന്തു തന്നെ ആയിരുന്നാലും നമ്മൾ ദൈവമക്കളാണ് എന്നുള്ള ആ ഒരു ഐഡന്റിറ്റിക്ക് യാതൊരു സംശയമില്ല. ഇപ്പോൾ നാം ദൈവമക്കൾ ആകുന്നു. ഇപ്പോൾ നമ്മൾ ദൈവമക്കളാകുന്നു. Now today as of this moment we are the children of God. That confidence must be in our life. നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. നമ്മളെ ഗൈഡ്, this is one of our guiding principle. Who am I? I am a child of God. I am a child of God. അതെന്തുകൊണ്ടാണ് ഒരു പ്രിൻസിപ്പിൾ ആയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ എന്താണ്
എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യും എന്ന് നിശ്ചയിക്കുന്നത്. നമുക്ക് മുമ്പും പുറകും നോക്കാനൊന്നും ഇല്ലെങ്കിൽ we do a lot of things. ഇവിടെ അമേരിക്കയിലൊക്കെ താമസിക്കുന്ന ആളുകള് മലയാളികൾ എന്നുള്ള ആ ഒരു ചിന്തയിലല്ല ഞാൻ പറയുന്നത്. ഈ ഫോറിൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് താമസിക്കുന്ന ആളുകളുടെ ലൈഫ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് നമ്മുടെ ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ഒത്തിരി ട്രബിളിനകത്തിലാകപ്പെട്ടതാണ്. അതുപോലൊരു സ്റ്റേറ്റ്മെന്റ് ആയത്. നമ്മൾ പുറം രാജ്യങ്ങളിൽ വന്ന് താമസിക്കുന്ന ആളുകളുടെ ലൈഫും ഇവിടെ ജനിച്ചു വളർന്നവരുടെ ലൈഫും നോക്കിയാൽ എന്തോ കാരണം കൊണ്ട് പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ അക്കംപ്ലിഷ്മെന്റ്സ് ആർ ഗ്രേറ്റർ. അത് ആരും പുട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഇറ്റ്സ് ആക്ച്വലി ഗ്രേറ്റർ. ഇവിടെ ജനിച്ചു വളർന്നവർക്ക് they have more opportunities. അവർക്ക് ലാംഗ്വേജ് ഉണ്ട്, അവർക്ക് ഭാഷയുണ്ട്, അവർക്ക് ആക്സെന്റ് ഇല്ല, അവർക്ക് പിന്നെ എന്തും അച്ചീവ് ചെയ്യാനുള്ള സകല സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പക്ഷെ അതൊന്നും അവർ പ്രയോജനപ്പെടുത്തുന്നില്ല. അത് പ്രയോജനപ്പെടുത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ വിദേശങ്ങളിൽ നിന്ന് വന്നവർ തന്നെയാണ്. ഇനിയും ആ വിദേശങ്ങളിൽ നിന്ന് വന്നവരെ തന്നെ ഞാൻ ഒന്നുകൂടെ എടുത്താൽ, ഈ വിദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്ന ഫസ്റ്റ് ജനറേഷൻ ഹാവ് അച്ചീവ്ഡ് എ ലോട്ട് മോർ ദാൻ ദ സെക്കൻഡ് ജനറേഷൻ. അടുത്ത ജനറേഷൻ കുറെ കൂടെ റിലാക്സ്ഡ് ആണ്. അവർക്ക് അത്രയും ഒരു പുഷ് ഇല്ല. they are more relaxed. A third generation വരുമ്പോൾ they will be more like the other people in this country. അപ്പൊ ഞാൻ അതിന്റെ കാരണം പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ആരാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യും എന്ന് തീരുമാനിക്കുന്നത്. When I came into this country, I knew I am a pilgrim. I am an alien in this country. Why I came here? I want to make a life. I came here for one reason. I want to have a good life. I wanted to make sure that I do everything in a legal way. I don't want to do anything illegal stuff. But I done. I am an alien in this country. I also knew that if I am caught in anything, I'll be deported. ഞാൻ ഇവിടെ ഒരു സ്റ്റുഡൻ്റായിട്ടാണ് വന്നത്. We had a lot of financial problem when we were here, but I won't go to do work. I can work certain hours on my campus, but the other people who call me, they will go and do it. Even this morning when I came, I told my wife, when it comes to risk taking, I'm very low in taking risk. I don't want to take too much risk. Why? Because taking risk has, if you are a high risk taker, your troubles are also more. When you take lower risk, then your troubles are little. And I didn't want to go out and work illegally. I could go and work something, but I kind of put away all those kind of things. I faced the trouble because I knew who I am. I'm a non-immigrant in this country, so I knew what I can do within that restrictive environment. I did that. But നമ്മൾ ആരാണ്? നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ ദൈവമക്കളാകുമ്പോൾ what are we supposed to do? ദൈവമക്കളുടെ പ്രവൃത്തി. ദൈവമക്കളുടെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ദൈവമക്കളുടെ പ്രവൃത്തി ചെയ്യുന്നത് നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെങ്കിൽ അവൻ പ്രത്യക്ഷനാകുന്ന ഒരു ദിവസം വരികയാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് നമ്മൾ സദൃശന്മാരാകും. നമ്മളൊരു രൂപാന്തര ജീവിതത്തിലേക്ക് കടക്കുവാൻ പോവുകയാണ്. പക്ഷെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ നമ്മൾ രൂപാന്തരം പ്രാപിക്കുമെന്നും ദൈവത്തെ പോലെ ആകുമെന്നും യേശുവിനോട് സദൃശന്മാരാകുമെന്നും വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മളും നിർമ്മലന്മാരായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഐഡന്റിറ്റിയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. When we know who we are, that is going to help us. നമ്മൾ ആരാണെന്നുള്ള അറിവ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആരാണെന്ന് പൂർണ്ണമായിട്ട് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള അറിവ് വരും, നമുക്ക് എന്ത് ചെയ്തു കൂടാന്നുള്ള അറിവ് വരും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രക്ഷിതാവ് നിർമ്മലനാണ്, അവനിൽ പാപമില്ല,
അവനോട് സദൃശന്മാരായി തീരുന്നവരുടെ ജീവിതത്തിലും പാവമില്ലാത്ത അവസ്ഥയിൽ കൂടി ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ടാണ് ഈ ഒരു തോട്ട്, ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കണം. ഞാൻ ദൈവമകനാണ്. ഇന്ന് ഈ സമയത്ത്, ഈ മോമെന്റിൽ ഒരു സംശയമില്ലാതെ ഞാൻ ദൈവമകനാണ്. So as I am a child of God, my life will be guided by these principles, that I am going to be pure and holy as my heavenly Father is holy. ആ പ്രത്യാശയാൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയട്ടെ. I didn't know the time was going too fast and I approached the end of the time for today. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഒരു വാക്യത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രത്യാശ യേശുവിലാകുന്നത് കൊണ്ട് നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിൽ അവസാനിക്കുന്നത് അല്ല. പ്രത്യേകിച്ച് പ്രിയ മാതാവിനോടുള്ള ബന്ധത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുടുംബം വളരെ പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. പക്ഷെ നമുക്ക് ഒരു പ്രത്യാശ ഉണ്ട്. ഇത് ഒരു വലിയ പ്രത്യാശയാണ്. ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ നിമിത്തം നമുക്ക് ദൈവമക്കളായി തീരുവാൻ ദൈവം സഹായിച്ചു. പ്രിയ മാതാവ് ദൈവമകളായിരുന്നു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു, വിശുദ്ധിയായിട്ട് ജീവിച്ചു. അതുകൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്. ഒരു ദിവസം കാഹളം ധ്വനിക്കും, ഒരു ദിവസം പുനരുത്ഥാനം ഉണ്ടാകും, ഒരു ദിവസം രൂപാന്തരം ഉണ്ടാകും. ആ രൂപാന്തരം ഉണ്ടാകുമ്പോൾ നാം എല്ലാം ഒരു സ്ഥലത്തായി തീരും. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മെ തന്നെ നിർമ്മലീകരിക്കട്ടെ. നാം ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കാൽവറിയിൽ കർത്താവ് നമുക്ക് നൽകിയ ആ വലിയ സ്നേഹത്താൽ നമുക്ക് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ സാധിച്ചു. നാം അർഹിച്ചതല്ല, നാം അതിന് ക്വാളിഫൈഡ് ആയിരുന്നിട്ടില്ല, നാം അതിനു വേണ്ടി ഒന്നും അധ്വാനിച്ചില്ല, നാം ഒന്നും കൊടുത്തില്ല, നാം അതിന് പണം ചെലവാക്കിയില്ല. എന്നാൽ സകലതും നമുക്ക് സൗജന്യമായി കർത്താവ് നൽകി നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. ഇന്ന് നാം ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ശോധന ചെയ്യാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ മാറ്റുവാൻ കർത്താവിനെ സഹായിക്കണമേ. കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലന്മാരായി ജീവിക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. ഞാൻ ദൈവമകനാകുന്നു എന്നുള്ള, ദൈവമകളാകുന്നു എന്നുള്ള ആ പൂർണ്ണ ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. അച്ചായനെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഒരു പാട്ടിന്റെ 1-2 സ്റ്റാൻസ പാടിയിട്ട് അച്ചായൻ പ്രാർത്ഥിക്കും. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാനിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാനിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയില്ല. യുദ്ധങ്ങൾ ശാപങ്ങൾ ഭൂകമ്പം പലവ്യാധികളാൽ ജയം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ ശാപങ്ങൾ ഭൂകമ്പം പലവ്യാധികളാൽ ജയം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോടടുത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയില്ല. രാജ്യം രാജ്യങ്ങളോടടുത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാനിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയില്ല.
Amen. Hallelujah. ആത്മാക്കളെ കൂട്ടി വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. Yes, കൂടി Lord. വന്ന എല്ലാ മക്കൾക്കായി എല്ലാവരെയും അനുകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും കർത്താവ് സഹായിക്കണമേ. സ്കൂളിൽ ജീവിതത്തിൽ പോകുന്നതിന് കർത്താവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിനായി സ്തോത്രം കർത്താവേ, ഇത് പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് കാത്തുകൊള്ളണേ എന്ന് പ്രവിശ്യാവിൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവിടുത്തെ കർത്താവെ രാജ്യത്തിന് വേണ്ടി കർത്താവ് ഇന്ത്യയെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടത എനിക്ക് അനുഭവിക്കുന്ന കർത്താവെ എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചു കേരളത്തെ കർത്താവ് ഒന്ന് ഓർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ കോളി സൗഖ്യമേഖലയോട് പ്രാർത്ഥന ചുറ്റുപാടുള്ള അയൽവാസികളെല്ലാം അനുകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയുടെ ദിവസം കർത്താവെ ഇത്രത്തോളം സഹായിക്കാൻ ശ്രമിക്കുന്നു. അടിയനെയും കുടുംബമായിട്ട് അപ്രചാരക്കാരിലേക്ക് സമർപ്പിച്ച് കർത്താവ് നടത്തണേ. നമ്മുടെ വലുതാജി അവിടെ വിളിച്ച് ചേർത്തനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നല്ല Praise God. Hallelujah. അനുഗ്രഹത്തോടെ ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.